aromamari.comല് നല്ലൊരു വരനെ കണ്ടു. നമുക്കൊന്ന് നോക്കിയാലോ? എന്തായാലും നമ്മൾ അറോമ മാറി തെരഞ്ഞെടുത്തത് ശരിയായ തീരുമാനമായിരുന്നു. aromamary.com വെബ്സൈറ്റ് ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ജോയിൻ ചെയ്തിരിക്കുന്നത് പ്രിയ കർത്താവിന്റെ ദാസി റെനി തോമസ്. പഞ്ചാബിൽ ഒരു നഴ്സിംഗ് കോളേജിന്റെ പ്രിൻസിപ്പളായി സേവനമനുഷ്ഠിക്കുന്ന പ്രിയ കർത്താവിന്റെ ദാസി തൻ്റെ ജീവിതാനുഭവങ്ങൾ, കർത്താവിനെ കണ്ടുമുട്ടാനിടയായി തീർന്ന സാഹചര്യങ്ങൾ, ഇന്ന് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന തന്നെ ദൈവം ഉപയോഗിക്കുന്ന വിധങ്ങൾ, ഒരുപാട് നല്ല ഓർമ്മകൾ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ നമുക്ക് കാണുകയും കേൾക്കുകയും ചെയ്യാം. പ്രേക്ഷകർക്ക് അനുഗ്രഹമായി തീരും. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം, മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട് ഞങ്ങളുമായി പങ്കുവയ്ക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് സംബന്ധിക്കാവുന്നതാണ്. നാം എല്ലാവരും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ വിലപ്പെട്ട ദാസി പ്രിയ റെനി തോമസിനെ തികച്ച സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ TV പ്രേക്ഷകരോടൊപ്പം സമയം ചിലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ ക്ഷണിച്ചോളൂ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇപ്രകാരം അരോമ TV എൻ്റെ സാക്ഷ്യം പറയുവാൻ ഒരവസരം തന്ന ദേവദാസിനോട്, പാസ്റ്റർ ഡാനിയൽ ജോണിനോട് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ആദ്യം തന്നെ എൻ്റെ ദൈവത്തോട് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അതിനോടൊപ്പം തന്നെ ദേവദാസിനോടും പിന്നെ എന്നെ ഇതിലേക്ക് പരിചയപ്പെടുത്തിയ ലൈജു ജിമിസിനോടും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഉപകാരങ്ങള്, ദൈവം എന്നെ നടത്തിയ വിധങ്ങൾ മാത്രമാണ് ഞാൻ എൻ്റെ ജീവിത സാക്ഷ്യത്തിൽ കൂടെ ഞാൻ നിങ്ങളുടെ മുൻപിൽ പറയുന്നത്. എൻ്റെ പേര് റെനി തോമസ്. എനിക്ക് എൻ്റെ കുടുംബം എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡ്, 2 കുഞ്ഞുങ്ങള്. മൂത്താള് 10ൽ പഠിക്കുന്നു, രണ്ടാമത്തെ ആള് 8ൽ പഠിക്കുന്നു. 2 ആൺകുഞ്ഞുങ്ങളെ ദൈവം എനിക്ക് ദാനമായി തന്നു. ഞാൻ ഞാൻ പ്രിൻസിപ്പളായിട്ട് നോർത്ത് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നു. നഴ്സിംഗ് കോളേജിൽ ഞാൻ വർക്ക് ചെയ്യുന്നു. ഞാൻ പഠിച്ചത് MS നഴ്സിംഗ് ഒക്കെ ഞാൻ പഠിച്ചത് കർണാടകയിലാണ് ഞാൻ പഠിച്ചത്. തുടർന്ന് ഇങ്ങോട്ട് ദൈവം എന്നെ വർക്ക് ചെയ്യുവാൻ നോർത്ത് ഇന്ത്യയുടെ പ്രദേശത്തേക്കാണ് എൻ്റെ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് എന്നെ ജോലിക്കായിട്ട് ദൈവം അയച്ചത്. ഞാൻ ജനിച്ചത് കേരളത്തിൽ ഭന്നിക്കാവ് ശാസ്താംകോട്ട എന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചത്. അവിടെ ഞാൻ ജനിച്ച് വളർത്തപ്പെട്ടു. പക്ഷേ ഒരു 4 വയസ്സ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഡാഡിയും മമ്മിയും അവര് ഗൾഫിന്റെ പ്രദേശത്തേക്ക്, ദുബായിയുടെ പ്രദേശത്തേക്ക് കടന്നുപോയി. അവിടെ പോയി ഞങ്ങളെയും അവിടെ കൊണ്ടുപോയി. അങ്ങനെ ഞങ്ങൾ 2 പേരായിരുന്നു അന്നുണ്ടായിരുന്നത്, ഞാനും എൻ്റെ അനിയത്തിയും. ഞങ്ങൾ 3 പെൺകുഞ്ഞുങ്ങളാണ്. അത് ഞങ്ങൾ 2 പേരായിരുന്നു അന്നുണ്ടായിരുന്നത്. ഞങ്ങൾ അവിടെ പോയി ഇങ്ങനെ. പക്ഷെ എനിക്ക് അവിടെ പോയി ഡാഡി ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നതുകൊണ്ട് എനിക്ക് അവിടെ അങ്ങോട്ട് ജീവിച്ച് തുടങ്ങാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമില്ലായിരുന്നു. അവിടെ ഇങ്ങനെ അപ്പച്ചനും അമ്മച്ചിയും, എൻ്റെ പപ്പായും മമ്മിയും ഒക്കെ, വല്യപ്പനും വല്യമ്മച്ചിയും ഒക്കെ ആണെങ്കിൽ ഭയങ്കര സ്നേഹിച്ചാണ് ഞങ്ങളെ വളർത്തിയിരുന്നത്. അതിൽ ഞാൻ ഒരു കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിലാണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത്. ഒരു ചർച്ചും അതായത് ഞങ്ങളുടെ കുടുംബ പള്ളിയൊക്കെ ഉണ്ട് ഞങ്ങൾക്ക്. അപ്പൊ അതിലൊക്കെ ഞാൻ ഇങ്ങനെ ഭയങ്കര ഇൻവോൾവ് ആയിരുന്നതുകൊണ്ട് എനിക്ക് അങ്ങോട്ടൊന്നും പോയി, കൊച്ചു പ്രായത്തിൽ എനിക്ക് അങ്ങോട്ടൊന്നും പോകാൻ വലിയ താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് എങ്ങനെയും എനിക്ക് ഇങ്ങോട്ട് വരണം, എന്താണ് ചെയ്യുക. അപ്പൊ ഞാൻ 4, 5 അതായത് 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഡാഡിയോട് പറഞ്ഞു. ഡാഡി അടിക്കുമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു എനിക്കിനി ഇവിടെ നിൽക്കണ്ട,
എന്നെ ഞങ്ങൾ വീട്ടിലോട്ട് വിട്ടേക്കാം. അപ്പൊ ഡാഡിക്ക് പപ്പായുടെയും മമ്മിയുടെയും കൂടെ അമ്മച്ചിയുടെയും കൂടെ വിട്ട് കഴിഞ്ഞാല് ഞങ്ങള് കൊഞ്ചിച്ച് ഞങ്ങളെ ലാളിക്കുമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളെ ഞങ്ങൾ ബോർഡിംഗ് വിടാമെന്ന് പറഞ്ഞു. ഞാൻ വെച്ച് ബോർഡിംഗ് എങ്കിൽ ബോർഡിംഗ് എവിടെയെങ്കിലും ഒന്ന് പോയാൽ മതി, ഇവിടുന്ന് അങ്ങോട്ട് രക്ഷപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ അനിയത്തിയും കൂട്ടിയിട്ട്, എൻ്റെ രണ്ടാമത്തെ അപ്പൊ ഞങ്ങൾ രണ്ടുപേരും, അപ്പൊ എന്നെക്കാട്ടി 1.5 വയസ്സിനിടയിലാണ് എൻ്റെ രണ്ടാമത്തെ അനിയത്തി. ഞങ്ങൾ രണ്ടുപേരെയും അങ്ങനെ ബോർഡിങ്ങിൽ, കൊല്ലത്ത് കാത്തലിക്സിന്റെ ബോർഡിങ്ങിൽ, സെന്റ് ജോസഫിന്റെ ബോർഡിങ്ങിൽ ഞങ്ങളെ ചേർത്തു. ഞങ്ങൾ അവിടെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ എനിക്ക് എൻ്റെ ഞങ്ങൾ അവിടെ പോയ സമയത്ത് എനിക്ക് എൻ്റെ ഇളയ അനിയത്തി ഉണ്ട്. അവള് കുഞ്ഞായിരുന്നു, അതുകൊണ്ട് അവളെ മമ്മിയും പപ്പയും ഡാഡിയുടെയും കൂടെ തന്നെ നിർത്തിയിരുന്നു. ഞങ്ങള് അവിടുന്ന് ബോർഡിങ്ങിലായി. ബോർഡിങ്ങിൽ വന്നിട്ടുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചതുപോലുള്ള ജീവിതമൊന്നും അല്ലായിരുന്നു ബോർഡിങ്ങിലെ ജീവിതം. കാരണം അവിടെ അടി, ഈ കൈയുടെ തിരിച്ചു പിടിച്ച അടി, ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല, സ്ട്രിക്റ്റ് ആയിട്ടുള്ള അപ്പം ഇനിയിപ്പൊ എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല, കാരണം ഞാൻ അവിടുന്ന് നിർബന്ധം പിടിച്ചിട്ടാണ് ഞാൻ ഇവിടുന്ന് വന്നത്. അങ്ങനെ കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിലാണ് ഞാൻ എൻ്റെ ചെറുപ്രായം അങ്ങനെ കൊന്തയും ചൊല്ലി അങ്ങനെയുള്ള ഇതിലായിരുന്നു ഞങ്ങള് വളർന്നത്. അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ ചെറുപ്പം പറഞ്ഞു കഴിഞ്ഞാൽ, അത് കഴിഞ്ഞിട്ട് ഞാനൊരു 8ാം ക്ലാസ്സിൽ പഠിക്കും, 7ാം ക്ലാസ്സിൽ പഠിച്ച് 7ാം ക്ലാസ്സിലെ ഫൈനൽ എക്സാം കഴിഞ്ഞ് കഴിയുമ്പോൾ എൻ്റെ ഡാഡിക്ക് അവിടെ ഡാഡി ഭയങ്കര ഈ ഇച്ചിരി മദ്യപിക്കും, ആ കൂട്ടുകെട്ടുണ്ടായിരുന്നു ഡാഡിക്ക്. കാത്തലിക് അവരങ്ങനെ ഒരു ഇതിൽ വന്നത് കൊണ്ട് അവർക്ക് ആ കൂട്ടുകെട്ട്, പിന്നെ ഡാഡിയുടെ ഫ്രണ്ട് സർക്കിൾ ഭയങ്കര. അപ്പം അവിടെ എന്തോ ഒരു കുരുക്കിൽ പെട്ടിട്ട് ഡാഡിക്ക് ഡാഡി ഉണ്ടാക്കിയതെല്ലാം നഷ്ടപ്പെട്ട്, അപ്പം ഞങ്ങൾ തിരിച്ചു വരികയാണെന്നുള്ള ഒരു വാർത്ത ഞങ്ങൾ കേട്ടു. അപ്പൊ ഞങ്ങൾക്കറിയില്ല എന്താണ് സംഭവിച്ചത്, കുഞ്ഞുങ്ങളായിരുന്നു, ഞങ്ങൾ അതിനെപ്പറ്റി തിരക്കാനോ ഞങ്ങളോടൊന്നും പറഞ്ഞില്ല. ഞാൻ എൻ്റെ 7ാം ക്ലാസ്സിൽ എക്സാം എഴുതി കഴിയുമ്പോൾ ഞങ്ങളോട് പറഞ്ഞു, ഇനിയും ബോർഡിങ്ങിൽ നിൽക്കണ്ട, വീട്ടിലേക്ക് വരാമെന്ന്. അവിടെയാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഇതിൽ ജീവിച്ചിരുന്ന ഞങ്ങള് പെട്ടെന്ന് കർത്താവിന്റെ ഒരു പ്ലാൻ ഞങ്ങളുടെ മേൽ നിറവേറുവാൻ എന്ന പോലെ തന്നെ ഞങ്ങളെ അവിടുന്ന് ഒന്നുമില്ലായ്മയിൽ, അതായത് മേളിൽ നിന്ന് താഴോട്ട് ഒരു മനുഷ്യനെ എങ്ങനെ വലിച്ചിറക്കി ഇട്ട് കഴിഞ്ഞാൽ അവന് തോന്നും, അങ്ങനെ ഞങ്ങളെ താഴോട്ട് ഒരു ഇറക്കം ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു. എൻ്റെ അമ്മ കയ്യിലൊരു കുഞ്ഞുമായിട്ട്, അതായത് അവളൊരു LKG പഠിക്കുന്ന പ്രായമായിരുന്നു. അങ്ങനെ ഒരു പണി തീരാത്തൊരു വീട്ടിലേക്ക് ഞങ്ങൾ താമസം തുടങ്ങി. തറയൊക്കെ ഇങ്ങനെ സിമെന്റ് പോലെ ആയിരുന്നു. തുടങ്ങി ഒന്നുമില്ല കയ്യിൽ. അമ്മയ്ക്ക് ഡ്രസ്സുകൾ കുറച്ച് മാത്രമുണ്ട്, ഞങ്ങളുടെയും ആ പ്രായത്തിലുള്ള ഡ്രസ്സുകളുണ്ട്, അത് മാത്രമേ ഉള്ളൂ. ഡാഡി വന്നു, അങ്ങനെ ഞങ്ങൾ താമസം തുടങ്ങി അവിടെ. ഞങ്ങൾ പട്ടിണി എന്താണെന്ന് ഞങ്ങൾ അറിഞ്ഞു തുടങ്ങി, ഞങ്ങൾ കഷ്ടപ്പാട് എന്താണെന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അറിഞ്ഞു തുടങ്ങി അന്ന്. കാരണം മമ്മി അന്ന് ഞങ്ങൾ ചോദിക്കുന്നതൊക്കെ കിട്ടിയിരുന്ന കാലമായിരുന്നു ഞങ്ങൾക്ക് അന്ന്. പെട്ടെന്നാണ് ഞങ്ങള് ചില സമയത്ത് കലം അടച്ചു വെച്ചിട്ട് മമ്മി ഞങ്ങളോട് ഇപ്പം തരാമെന്ന് പറഞ്ഞ ദിവസങ്ങളുണ്ട്. അങ്ങനെ മമ്മി വിചാരിച്ചു ഇനി ഇപ്പം എന്തിനാണെന്ന് വെച്ച് മമ്മി ജീവൻ നശിപ്പിച്ചാലോ. മമ്മി ഒരു മർത്തോമ കുടുംബത്തിലായിരുന്നു, മമ്മി പ്രാർത്ഥനയുണ്ട്, പക്ഷെ ആ സമയം മമ്മിക്ക് എന്ത് ചെയ്യണം, മുന്നോട്ട് പോകാൻ ഒന്നുമില്ലാത്ത അവസ്ഥയിലായ ഒരു സമയത്ത് മമ്മി ജീവിതം പോലും നശിപ്പിച്ച് കളയുവാൻ മമ്മി ആലോചിച്ചു. പക്ഷെ ഞങ്ങളെ 3 കുഞ്ഞുങ്ങളുടെയും മുഖം കണ്ടപ്പോൾ അമ്മ പിന്നെയും പിന്തിരിഞ്ഞു. അമ്മ ദൈവസന്നിധിയിൽ കരഞ്ഞു, അമ്മ പ്രാർത്ഥിക്കുമായിരുന്നു, അമ്മ മർത്തോമ. പക്ഷെ കാത്തലിക്കിലേക്ക് കല്യാണം കഴിച്ചത് കൊണ്ട് അമ്മ ആ ഒരു രീതിയിൽ ഞങ്ങളും പള്ളിയിൽ പോയി തുടങ്ങി എല്ലാം. പക്ഷെ ഞങ്ങളുടെ കഷ്ടപ്പാടിന്റെ കാലങ്ങളിൽ അന്നത്തെ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ഓർക്കണു, ഞങ്ങളുടെ കൂടെ പണ്ട് ഡാഡി ഗൾഫിൽ നിന്ന് വന്നപ്പോൾ ഉണ്ടായിരുന്ന ഒറ്റ കൂട്ടുകാരും അന്ന് ഞങ്ങളുടെ കൂടെ ഇല്ലായിരുന്നു. അന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് കയറി വരാൻ അവരെല്ലാം മടിച്ചു. കാരണം വെച്ച് കഴിഞ്ഞാല് ഇനിയും ഞങ്ങൾ എന്തെങ്കിലും സഹായിക്കാനോ അങ്ങനെ ആ ഒരു അകൽച്ച ഞങ്ങളുടെ ബന്ധുക്കളിൽ നിന്ന്, ഞങ്ങളുടെ ഡാഡിയുടെ ആ ഫ്രണ്ട് സർക്കിളിൽ നിന്ന് ഞാനത് കണ്ടു തുടങ്ങി. അങ്ങനെ ഞങ്ങളുടെ കഷ്ടപ്പാടിന്റെ കാലങ്ങൾ തുടങ്ങി. അങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ആഹാരത്തിന് കപ്പ പുഴുങ്ങി തിന്നതൊന്നും ഞങ്ങൾ കഴിച്ചിട്ട് പോലും ഇല്ലാത്ത കാര്യം ഇതാണ്. കപ്പ പുഴുങ്ങി മുളക് ഉടച്ച് ഞങ്ങൾ കഴിക്കാൻ തുടങ്ങി, അതൊക്കെ ചെയ്തു. പിന്നെ ചില സമയത്ത് രാത്രിയുടെ യാമങ്ങളിൽ ചോറില്ല, അപ്പൊ അമ്മ പറയും ഇന്ന് അരിയില്ല, നീ ഒരു കാര്യം ഇങ്ങനെ അങ്ങനെ ചെയ്യെന്ന് പറയും. അപ്പൊ ഞങ്ങൾ അങ്ങനെ ഇരുന്ന് പറയാം, അമ്മ ഇനി എങ്ങനെ അമ്മ എപ്പോഴും പോയി എല്ലാവരുടെയും കയ്യിൽ നിന്ന് 1 ഗ്ലാസ് അരി വാങ്ങിച്ചുകൊണ്ട് വരുന്നത്. അപ്പൊ അമ്മ പറയും കുഴപ്പമില്ല, നമുക്ക് നാളെ തിരിച്ചു കൊടുക്കാം.
അങ്ങനെ പറയുമ്പോഴാണ് ചില സമയത്ത് മമ്മിയുടെ ആങ്ങളെ പെട്ടെന്ന് വീട്ടിലോട്ട് കയറി വന്നിട്ട് ഒരു 500 രൂപ, അന്നത്തെ സമയത്ത് 500 ഒന്ന് വലിയ കാര്യമാണ്, 500 രൂപയുടെ നോട്ടൊക്കെ എടുത്ത് കയ്യിലോട്ട് തരും. ഞങ്ങൾ അത് വിളിച്ചിട്ട് അമ്മ പറയും പ്രാർത്ഥിര് ഇത് കൈ വെച്ചിട്ട്. അന്നൊക്കെ ഞങ്ങൾ കാത്തലിക് ആണ്, പക്ഷെ എന്നാലും അമ്മയുടെ ആ പ്രാർത്ഥനയിലുള്ള ഇതുകൊണ്ട് അമ്മ പറയും പ്രാർത്ഥിര് ഇത് കൈ വെച്ചിട്ട്, എന്നിട്ട് നാളെ നമുക്ക് പോയി റേഷൻ വാങ്ങിക്കാന്ന് പറയും. അപ്പൊ അമ്മാച്ചൻ പറയും നിങ്ങൾ എന്തുകൊണ്ടാണ് ഞങ്ങളോട് പറയാഞ്ഞെന്നൊക്കെ അമ്മാച്ചൻ ചോദിക്കാറുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് അതിനോടുള്ള ഒരു താല്പര്യം ഇല്ലായിരുന്നു. അങ്ങനെ എപ്പോഴും എപ്പോഴും ചോദിച്ച് എങ്ങനെയാണ് വാങ്ങിക്കുന്നത്. പിന്നെ ഇങ്ങനെ മുന്നോട്ട് ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് പാസ്റ്റർമാർ ഞങ്ങളുടെ വീട്ടിൽ വരുമായിരുന്നു പ്രാർത്ഥിക്കാൻ. ഈ കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിലാണ് ഞങ്ങളുടെ കുടുംബമെങ്കിലും ഈ പാസ്റ്റർമാർ വന്ന് പ്രാർത്ഥിക്കുന്നതൊന്നും എൻ്റെ വല്യപ്പച്ചനോ വല്യമ്മയ്ക്കോ ഒന്നും എതിരില്ലായിരുന്നു. അവരൊന്നും അതിന്റെ എതിര് പറയില്ല. നേരത്തെ തൊട്ടേ പാസ്റ്റർമാർ ഞങ്ങളുടെ വീടുകളിൽ വരികയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യും. അതുകൊണ്ട് അവർക്ക് അതിനൊന്നും അപ്പൊ ഇവര് വരും പ്രാർത്ഥിക്കും. പക്ഷെ ഞങ്ങൾക്ക് ഞാൻ എന്നെ കുറിച്ച് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. ഇവരെന്തിനാണ് എപ്പോഴെപ്പോഴും ഈ വരണേ? കാരണം നമ്മൾ കൊന്ത ചൊല്ലിയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു, ഇവരെന്തിനാണ് ഈ കയറി വന്ന് എപ്പോഴും ഇങ്ങനെ, എന്നിട്ട് ഇവർ വന്ന് ഇങ്ങനെ ആത്മാവിൽ ആരാധിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇവരെന്താണോ ഈ പറയണേ, ഇവരെന്തിനാ ഇങ്ങനെ ചെയ്യണേ? എന്നിട്ട് ഞാൻ അടുക്കള ഭാഗത്തൂടെ അങ്ങ് മാറി നിൽക്കും. അപ്പൊ അമ്മ പറയും മോളെ ഇങ്ങോട്ട് വന്നേന്ന് പറയുമ്പോൾ വരും. കാരണം അനുസരണക്കേട് കാണിക്കാൻ പാടില്ലല്ലോ. അപ്പൊ ഇങ്ങോട്ട് വന്ന് നിൽക്കും. പക്ഷെ എന്നിട്ട് കണ്ണ് തുറന്ന് ഇവരെയൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കും, ഇവരെന്താണ് ഈ പറയണേ എന്താ? പക്ഷെ ആ പാസ്റ്റർമാർ അന്നും ഞങ്ങളുടെ വീട്ടില് അവരുടെ ആ താഴ്മ, അവരുടെ ആ സ്നേഹം ഒക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, അയ്യോ ദൈവമേ, ഇവർക്ക് ഇത്ര സ്നേഹത്തോടെ വേറെ ആരും കയറി വരാൻ മടിക്കുന്നിടത്തോട്ട് ഇവര് കയറി വന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ ഇവര്. പക്ഷെ എന്നിട്ടും എനിക്ക് പെന്തക്കോസ് എന്ന് പറഞ്ഞ ഒരു വിഭാഗത്തോട് എനിക്ക് യോജിച്ചു പോകാൻ എനിക്ക് പറ്റില്ല. അപ്പൊ ഞാൻ മൂത്തതായോണ്ട് ഞാൻ എൻ്റെ അനിയത്തിമാരെയും പറഞ്ഞ് പിന്തിരിപ്പിച്ചുകൊണ്ടിരുന്നു, വേണ്ട ഈ അങ്ങനെ ഒരു ഇതിലേക്ക് നമ്മൾ പോകണ്ട. അമ്മ പക്ഷേ അമ്മ കൊണ്ടുവന്ന കാര്യങ്ങളെല്ലാം അമ്മയ്ക്ക് നഷ്ടപ്പെട്ടു. കാരണം പറഞ്ഞാൽ സ്വർണം വരെ അമ്മ പണയം വെച്ച് അമ്മയ്ക്ക് എല്ലാം നഷ്ടമായി. അമ്മ പറഞ്ഞു ഇനി എനിക്ക് ദൈവമുഖം മാത്രമേ ഉള്ളൂ നോക്കുവാന്. ഇനി ഞാൻ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് അമ്മ ചർച്ചുകളിൽ അങ്ങനെ പെന്തക്കോസ് സഭകളിൽ പോകാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ കാത്തലിക് ചർച്ചിൽ തന്നെ പോകും. അപ്പം ഞങ്ങളെ കളിയാക്കുന്നവരുണ്ടായിരുന്നു, ഞങ്ങൾക്ക് എതിരെ പറയുന്ന ആൾക്കാർ ഒത്തിരി പേര് ഞങ്ങൾക്കെതിരെ തിരിഞ്ഞു പറയുന്നവരുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ അമ്മ അതിലൊന്നും വീണില്ല. എൻ്റെ അമ്മ ദൈവത്തെ മുറുകെ പിടിച്ചു, വിളിച്ചവൻ വിശ്വസ്തൻ എന്നുള്ള രീതിയിൽ തന്നെ അമ്മ മുന്നോട്ട് പോയി. പക്ഷേ ഞാൻ എന്ന വ്യക്തി ഉറച്ചു പാറ പോലെ തന്നെ കാത്തലിക് സഭയിൽ തന്നെ നിന്നു. കാരണം എനിക്ക് ഒട്ടും അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റില്ലായിരുന്നു ഈ അമ്മ പോയത്. അമ്മ പോയപ്പോഴേ അമ്മ മാലയും കമലൊക്കെ ഊരി മാറ്റി. അപ്പൊ ഞാൻ പറഞ്ഞു ദൈവമേ ഇതൊക്കെ ഊരിയിട്ടാണോ ഇങ്ങനെ പോണേ? അതൊന്നും എനിക്ക് പറ്റത്തില്ല. അങ്ങനെ ഒന്നും ഊരി മാറ്റിയിട്ടൊന്നും എനിക്ക് പോവാൻ എനിക്ക് താല്പര്യമില്ല. പിന്നെ വേണമെങ്കിൽ പ്രാർത്ഥിക്കാം. അമ്മ വിളിക്കുന്നു. അമ്മ അങ്ങനെ അനുസരണത്തോടെ അന്ന് ചിട്ടയിൽ വളർത്തിയത് കൊണ്ട് അനുസരണക്കേട് കാണിച്ചിട്ടില്ല ജീവിതത്തിൽ. അപ്പം അമ്മ പറഞ്ഞു അവനെ പോണോ. പക്ഷേ ഇത് തന്നെയാണ് പെന്തക്കോസ് എന്ന് പറയുന്ന സമുദായത്തോട് എനിക്ക് ഇത്. അങ്ങനെയാണ് ഞങ്ങൾ 3 പേരും പഠിക്കാൻ മിടുക്കരായിരുന്നു. പക്ഷെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു കഷ്ടപ്പാട് വന്നത് ദൈവം ശരിക്കും ഞങ്ങളെ കണ്ടത് കൊണ്ട്, എൻ്റെ കുടുംബത്തെ, എൻ്റെ അമ്മയെ, ഞങ്ങളെ കണ്ടത് കൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് തിരിഞ്ഞു നോക്കിയാൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അന്ന് ആ ഒരു ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ ദൈവത്തെ എനിക്ക് സത്യത്തിലും ആത്മാവിലും ആരാധിച്ച് ദൈവസേന നിൽക്കും. കാരണം എൻ്റെ കുടുംബത്തിൽ വേറെ ആരും ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് ഇന്ന് വരെയും വന്നിട്ടില്ല. കാരണം അവരൊക്കെയും ഭയങ്കര ശക്തമായി കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിൽ ഉറച്ചു നിൽക്കുന്നവരാണ് അവരൊക്കെയും. എൻ്റെ അമ്മ വിശ്വാസത്തിൽ വന്നു. പിന്നെ പഠനത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോയി. 10ാം ക്ലാസ് കഴിഞ്ഞു, എൻ്റെ 12ാം ക്ലാസ് കഴിഞ്ഞു. അതിൻ്റെ ഇടയ്ക്കൊക്കെ ഞങ്ങൾക്ക് ഒത്തിരി നഷ്ടങ്ങൾ സംഭവിച്ചു. ബാങ്കിൽ ഉണ്ടായിരുന്ന പൈസ അല്ലെങ്കിൽ കുറച്ച് സ്വർണം ഉണ്ടായിരുന്നൊക്കെ എൻ്റെ ഡാഡി പണയം വെച്ചിട്ട്, ഡാഡി ബോംബെയിൽ, ഞാൻ ഗൾഫിലേക്ക് പോവാന്ന് പറഞ്ഞ് ബോംബെ പോയിട്ട് ഡാഡി അത് ഈ കുതിരപ്പന്തായം കളിച്ച് ഡാഡി അത് കളഞ്ഞു ആ പൈസ മൊത്തം. അങ്ങനെ ഞങ്ങൾക്ക് പിന്നെ ഒന്നുമില്ല ആയി. പിന്നെ കടം വാങ്ങിക്കേണ്ട കാരണം നമുക്ക് വസ്തുവോ ഒന്നുമില്ല. അപ്പച്ചന്റെ പേര് കിടക്കുന്ന വസ്തുവാണ് നമ്മൾ വീട് വെച്ചേക്കുന്നത് പോലും. അപ്പൊ അങ്ങനെയുള്ള ഒത്തിരി കഷ്ടപ്പാടുണ്ടായിരുന്നപ്പം ഞങ്ങളെ പഠിപ്പിക്കാൻ പോലും ഇനി മുന്നോട്ട് എങ്ങനെ എന്ന് പലപ്പോഴും ചിന്തിച്ച നിമിഷമാണ്. അമ്മ ഇങ്ങനെ കടം വാങ്ങിച്ചു തുടങ്ങി. കടം വാങ്ങിച്ച് എങ്ങനെയും മക്കളെ പഠിപ്പിക്കണമല്ലോ. അപ്പൊ ഈ അമ്മ കോഴിയെ വളർത്തി. അപ്പൊ ഞങ്ങൾ ഈ കോഴി എന്താണെന്നും ഈ പശു എന്താണെന്നും ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ദൂരെ നിന്ന് കണ്ടിട്ടുണ്ട്, അല്ലാതെ നമ്മൾ അങ്ങനെ വളർത്തിയെന്ന്. പക്ഷെ കോഴി അടവച്ചു, കോഴി കുഞ്ഞുങ്ങളെ വളർത്തി. ഞങ്ങൾ ബുക്കും എടുത്തുകൊണ്ട് അതിനെ വളർത്തി. പശുവിനെ കറക്കാൻ വരെ ഞാൻ പഠിച്ചു, കർത്താവ് പഠിപ്പിച്ചു എന്ന് വേണം പറയാൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര അഹങ്കാരമായിരുന്നു ജീവിതത്തിൽ. കാരണം
ഇങ്ങനെ ബോർഡിങ്ങിൽ നിന്ന് പഠിക്കണോ, ഇങ്ങനെ ഇടയ്ക്ക് വരുന്നു, അങ്ങനെ ഒരു കാരണം അതായിരിക്കാം ദൈവം കണ്ടവരെ ഇനി അഹങ്കാരമല്ല എന്നാ ഉണ്ടെന്ന് പറഞ്ഞാലും ദൈവം അവരെ ഒടിച്ച് ദൈവം തിരിച്ചു കൊണ്ടുവന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ ഒരിക്കൽ പോലും ഞാൻ ആഗ്രഹിച്ച ഒന്നും എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടില്ല. പിന്നെ ഞാൻ എന്നെ BS നഴ്സിംഗ് പഠിക്കാൻ വിട്ടു. അത് പഠിക്കാൻ വിട്ടതും എൻ്റെ വല്യപ്പച്ചൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, ഞാൻ നഴ്സിംഗ് പഠിക്കണം, നേഴ്സ് ആവണം എന്ന് എൻ്റെ വല്യപ്പച്ചൻ്റെ ആഗ്രഹം, നഴ്സിംഗ് പഠിക്കാൻ വിട്ടു. ഞാൻ നഴ്സിംഗ് പഠിക്കാൻ പോയി. അവിടെ ചെന്നപ്പോൾ അവിടെയാണ് ശരിക്കും എനിക്ക് കുറെ പെന്തക്കോസ്റ്റ് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അന്നേരം ഞാൻ കാത്തലിക് ചർച്ചിൽ പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ കർത്താവ് എന്നെ കാത്തലിക് ചർച്ചിലേക്ക് വിട്ടില്ല. എന്നുവെച്ചാൽ അവിടെ മൊത്തവും കന്നഡ സർവീസുകളായിരുന്നു. അതുകൊണ്ട് ഞാൻ എങ്ങനെയാ കന്നഡ സർവീസിന് പോകണം, എനിക്കൊന്നും മനസ്സിലാവത്തില്ല. അപ്പൊ ഞാൻ അവിടെ തന്നെ ഇരുന്നു. അപ്പൊ ഞങ്ങളുടെ ഹോസ്റ്റലിൽ ഞങ്ങളുടെ അവിടെയാണ് ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. ഇവർ കൂടിയിരുന്ന് ഇവർ ആത്മാവിൽ ആരാധിക്കുകയൊക്കെ പ്രാർത്ഥന ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വെച്ചു ഇവിടെ ഉണ്ടോ ഇവരിങ്ങനെ. അപ്പൊ ഞാൻ ചോദിച്ചെടി നിങ്ങൾ എന്താ ഈ പറയണേ, നിങ്ങൾ ഈ പറയണത് ഞങ്ങൾക്കൂടെ കിട്ടാൻ എന്നാ ചെയ്യുക? അപ്പൊ അവര് പറഞ്ഞു നിങ്ങൾ ഇത് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. അന്നേരം പറഞ്ഞു അങ്ങനെയല്ല, നമ്മൾ ഒരുമിച്ചിരുന്ന് അവര് പറഞ്ഞു നമുക്കൊരു അത് സെക്കൻഡ് ഇയർ ഒക്കെ ആയി. അപ്പം പറഞ്ഞു നമ്മളിങ്ങനെ ഒരുമിച്ചിരുന്ന് കൂടിയിരുന്ന് പ്രാർത്ഥിച്ചാല് നമുക്ക് ഈ അഭിഷേകത്തിന്റെ ശക്തി തരുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ ഇതൊന്ന് പരീക്ഷിച്ചിട്ടേ ഉള്ളൂ, എനിക്ക് ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ. ഞാൻ പറഞ്ഞത് സ്നാനപ്പെടണോന്ന് ചോദിച്ചു. അവർ പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ല, ദൈവസന്നിധിയിൽ ഇരുന്നാൽ മതി. അപ്പൊ ഞാൻ ഇരുന്നു. ഞങ്ങൾ അന്ന് 12 പേരുണ്ടായിരുന്നു. 12 പേരും ഇരുന്നതില് ഹൃദയശുദ്ധി ഉള്ളവരിൽ ദൈവം പകരും എന്ന് പറഞ്ഞതുപോലെ അവിടെ ഒരു യാക്കോബായ കൊച്ചുണ്ടായിരുന്നു. ആ കൊച്ചിന്റെ മേല് ആദ്യമേ ദൈവത്തിന്റെ ആത്മാവ് ഭയങ്കരമായിട്ട്. അപ്പൊ ഞാൻ വെച്ചേ ഇവക്ക് എങ്ങനെ കിട്ടി ഇത്? അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു നീ അറിഞ്ഞോണ്ട് ആണോ ഇതൊക്കെ സംസാരിച്ചു? അവൻ പറഞ്ഞു അല്ല, എന്റെ മേൽ എന്തോ ഒരു ശക്തി വന്നിട്ട് ഞാൻ ഇങ്ങനെ. അപ്പൊ എനിക്ക് എന്തോ ഒരു ഉറപ്പ് കിട്ടി, ഇതുണ്ട്, ശരിക്കും ഇത് സത്യമാണെന്ന് എനിക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു കർത്താവേ എനിക്കും തരണമേ. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾ പറയുന്നത് തന്നെയാണോ ഞങ്ങൾ പറയണ്ടേ? അപ്പൊ അവർ പറഞ്ഞു അല്ല 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 അല്ല, നിന്റെ മേല് ദൈവം പകരുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു കർത്താവേ, ഞാൻ അപ്പം ദൈവസന്നിധി കരഞ്ഞു, എന്റെ കർത്താവേ ഞാൻ പാപിയാണ്. കാരണം എന്റെ കാര്യം പറഞ്ഞാൽ എനിക്കറിയാം, ഞാൻ യൗവനത്തിൽ ഒത്തിരി പാപങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്, രഹസ്യവുമായിട്ടും പരസ്യമായിട്ടും. കാരണം ഞാൻ കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിലാണെങ്കിലും ഞാൻ അമ്പലങ്ങളിലൊക്കെ ഞാൻ കയറി ഇറങ്ങിയിട്ടുണ്ട്. കാരണം എന്റെ കൂട്ടുകാർ അമ്പലത്തിലൊക്കെ പോകാറ്. അപ്പൊ അതിന്റെ കൂടെ ഞാനും അവരുടെ കൂടെ പോയി എനിക്കതൊരു സന്തോഷമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് അവിടേക്ക് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്, പോയിട്ടുമുണ്ട് അവിടെയൊക്കെ. അപ്പൊ അങ്ങനെയുള്ള ജീവിതം, അല്ലാതെ കൂട്ടുകെട്ടുകൾ അങ്ങനെയൊക്കെ എന്റെ ജീവിതത്തിലുണ്ട്. അപ്പൊ ഞാൻ ദൈവസന്നിധി പറഞ്ഞു ദൈവമേ അതാണോ കാരണം എന്റെ മേൽ നീ ദൈവത്തിന്റെ ആത്മാവിനെ പകരാത്ത? ഞാൻ ഒത്തിരി കരഞ്ഞു കഴിഞ്ഞ് ഒരു കൂട്ടായ്മയിലേക്ക് ഒരു പാസ്റ്റർ പെട്ടെന്ന് ഞങ്ങളുടെ അവിടെ വന്നിട്ട് ഒരു ഇൻഡിപെൻഡന്റ് ചർച്ചിലെ പാസ്റ്ററാണ്. അത് നല്ല സൗമ്യനായ കാത്തലിക് പുള്ളി. അപ്പൊ പാസ്റ്ററിന്റെ അനുഭവസാക്ഷ്യം പാസ്റ്റർ പറഞ്ഞു. പാസ്റ്റർ ഒരു ബ്രാഹ്മൺ, തമിഴ് ബ്രാഹ്മണിൽ നിന്നാണ് പാസ്റ്റർ രക്ഷിക്കപ്പെട്ടു വന്നത്. അതൊക്കെ കേട്ടപ്പോ എന്റെ മനസ്സിനെ വല്ലാതെ തൊട്ടു. ഇങ്ങനെ ദൈവം ഇങ്ങനെ തൊടുന്നു. അപ്പൊ ഞാൻ എന്തുകൊണ്ട് പിന്നെ ഇത്രയും പാറയായിട്ട് നിൽക്കുന്നു? അപ്പൊ ഞാൻ പാസ്റ്ററോട് പാസ്റ്ററെ നിങ്ങളുടെ ചർച്ചിൽ ഇങ്ങനെ ആഭരണം നൂരണ്ടായല്ലോ എന്ന് പറഞ്ഞു. പാസ്റ്റർ പറഞ്ഞു ആഭരണം നൂരണ്ട, ആഭരണം ഇട്ടുകൊണ്ട് പറഞ്ഞു അതൊന്നും അല്ല ദൈവം നോക്കുന്നത്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്നാ പിന്നെ അവിടെ തന്നെ അങ്ങ് പോകാന്ന് വെച്ചിട്ട് ഞാൻ പാസ്റ്ററിനോട് പറഞ്ഞപ്പോ അങ്ങനെ അവിടെ ചെന്നു. പക്ഷെ അവിടെ ചെന്നപ്പോ എന്റെ ജീവിതത്തിൽ വലിയൊരു ആത്മസാന്നിധ്യം ഞാൻ അനുഭവിച്ചു. അവിടെ ഒരു ഭയങ്കര വിശ്വാസത്തിലാണ് അവര് ജീവിച്ചിരുന്നത്. കാരണം അവരുടെ എല്ലാം ഡിക്ലെയറിങ് ഫെയ്ത്ത് ആയിരുന്നു അവരുടെ ജീവിതത്തില്, ആ കൂട്ടായ്മയില്. അപ്പം ഞാനാണെങ്കിൽ അങ്ങനെ അവിടെ ആ കൂട്ടായ്മയിൽ പോയി. ആ പാസ്റ്റർ എന്റെ എല്ലാ കാര്യങ്ങളിലും പാസ്റ്റർ ഇങ്ങനെ എന്നെ ഉപദേശിച്ചുകൊണ്ടിരുന്നു. എന്താണെന്നറിയില്ല, പാസ്റ്റർ എന്നോട് തന്നെ സംസാരിച്ചുകൊണ്ടിരുന്നു. റെൻ സിസ്റ്റർ ഇങ്ങനെയാണ്, റെൻ സിസ്റ്റർ അങ്ങനെയാണ്, നീ ദൈവത്തെ അറിയണം. അപ്പൊ എന്റെ കാര്യങ്ങളൊക്കെ പാസ്റ്റർ ചോദിച്ചു. അപ്പൊ ഞാൻ ഒത്തിരി ഇങ്ങനെ എന്റെ ഷെയർ ചെയ്തു. ചുരുക്കം പറഞ്ഞാൽ ഞാൻ അങ്ങനെ ആത്മാവിൽ ഞാൻ നിറയുവാൻ ദൈവം എന്നെ സഹായിച്ചു, പരിശുദ്ധാത്മാവ്. അപ്പൊ അന്നേരം ഞാൻ സ്നാനപ്പെട്ടിട്ടില്ല. അപ്പൊ എനിക്ക് സ്നാനപ്പെടണോ വേണ്ടായോ എന്നുള്ളൊരു ചോദ്യം എന്റെ മുമ്പിൽ പിന്നെയും ഇങ്ങനെ ചോദ്യചിഹ്നമായി കിടന്നതുകൊണ്ട് ഞാൻ പാസ്റ്ററോട് പാസ്റ്ററെ എനിക്ക് സ്നാനപ്പെടണം, പക്ഷെ ഞാൻ വീട്ടിൽ ആരോടും പറയത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ പാസ്റ്റർ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല, നീ ദൈവത്തോട് പറ, ദൈവം സമ്മതിക്കുവാണെങ്കിൽ സ്നാനപ്പെടാൻ പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷമായി, ആരോടും പറയത്തില്ലല്ലോ, ആരും വരണ്ടായല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചിരുന്ന ഈ സ്നാനപ്പെടുമ്പോഴൊക്കെ ഈ കാത്തലിക്കിലൊക്കെ ഈ ബാപ്റ്റിസം ഒക്കെ എടുക്കുമ്പോൾ നമ്മുടെ ഈ സ്നാനം എടുക്കുമ്പോൾ എല്ലാവരും ഉണ്ടല്ലോ, അപ്പൊ എല്ലാവരെയും വിളിച്ചു കൂട്ടി. അപ്പൊ അങ്ങനെ വല്ലതും ആയിരിക്കും എന്ന് വിചാരിച്ചു. പാസ്റ്റർ ഞാൻ അങ്ങനെയൊന്നും അല്ലെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് അങ്ങനെ ഞാൻ 1999
കഴിഞ്ഞപ്പോൾ അവസാന നാളുകൾ ഞാൻ സ്നാനപ്പെട്ടു. അപ്പൊ സ്നാനപ്പെട്ട് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ ആരോടും പറഞ്ഞില്ല സ്നാനപ്പെട്ടു. ഞാൻ അവിടെ നാട്ടിൽ ചെല്ലുമ്പോൾ പിന്നെയും ഞാൻ കാത്തലിക് ആയിട്ടാണ് ഞാൻ ജീവിച്ചിരുന്നത്. സ്നാനപ്പെട്ട് കഴിഞ്ഞു, കൽപ്പന അനുസരിച്ചു, പിന്നെ പരിശുദ്ധാത്മാവിഷം പ്രാപിച്ചു. എന്റെ കാര്യത്തിൽ എനിക്കൊക്കെ ഓൾ റൈറ്റ് ആയെന്നുള്ള ചിന്തയായിരുന്നു. പിന്നെ ഞാൻ കാത്തലിക് പള്ളിയിൽ പോവും, കാത്തലിക് ആയിട്ട് ജീവിക്കും. തിരിച്ചു വന്ന് ഞാൻ ഇവിടെ വന്നിട്ട് പിന്നെ പെന്തക്കോസ്തായിട്ട് ജീവിക്കും. അതായത് മതം ആരാധനയും ഇതൊക്കെ ആയിട്ട് കൂട്ടായ്മയായിട്ടൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ പക്ഷെ എനിക്കെന്തോ എന്റെ മനസ്സിൽ വല്ലാത്തൊരു കുത്തു തോന്നി. എന്റെ ദൈവമേ, ഞാൻ ചെയ്യുന്നത് ശരിയാണ്, രണ്ട് വള്ളത്തിലാണല്ലോ ഞാൻ കാല് വെക്കുന്നത്, എന്താ ഞാനിങ്ങനെ ചെയ്യണേ? അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാന് രോഗിയായി മാറി. അതായത് എനിക്ക് തൈറോയിഡിന്റെ പ്രോബ്ലം വന്നു. അങ്ങനെ ഞാൻ തൈറോയിഡിന്റെ പ്രോബ്ലം വന്നിട്ട് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ 100-ൽ ഒരാൾക്ക് വരുന്നതുമാണെന്ന് പറഞ്ഞു. ഹൈപ്പോ തൈറോയിഡിസം ആണ്, പക്ഷെ 100-ൽ ഒരാൾക്കാണ് ഇത് വരുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിച്ചു, എന്റെ ദൈവമേ, ഞാൻ മരുന്നെടുക്കത്തില്ല. മരുന്നെടുക്കത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങ് കർത്താവിനോട് പറഞ്ഞു, എനിക്ക് മരുന്നെടുക്കാൻ പറ്റത്തില്ല, നീ എന്നെ സൗഖ്യമാക്കണമെന്ന്. പക്ഷെ അതിൻ്റെതായ ഒരു പ്രോബ്ലംസ് ഞാൻ അനുഭവിച്ചിട്ടില്ല. പക്ഷെ എന്റെ കർത്താവിനെ സൗഖ്യമാക്കി ഞാൻ ഉറച്ചു വിശ്വസിച്ചു. അപ്പൊ ഞാൻ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമല്ലോ. പിന്നെയും ഞാൻ മുന്നോട്ട് പോയി. പക്ഷെ എന്റെ ജീവിതം ഇങ്ങനെ ഒരു ഉറച്ച വിശ്വാസി അല്ലായിരുന്നു. ഞാൻ ഇളകിപ്പോകുന്നൊരു വിശ്വാസിയായിരുന്നു. കാരണം നാട്ടിൽ വന്നു കഴിയുമ്പോൾ പിന്നെയും ആ കാത്തലിക്കുകാരോട് ചേർന്നുള്ള ഒരു ജീവിതമായിരുന്നു എന്റെ അനിയത്തിമാരെ ഞാൻ ഒട്ടും അങ്ങോട്ട് മുന്നോട്ട് പ്രോത്സാഹിപ്പിച്ചതുമില്ല ദൈവത്തിനോട് സ്നാനപ്പെടുവാനോ ഒന്നും. അപ്പൊ അവരും അറിഞ്ഞില്ല ഞാൻ സ്നാനപ്പെടുന്നത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ജോണ്ടിസ് പിടിപെട്ടു. ഞാൻ ഹെപ്പറ്റൈറ്റിസ് ഭാരപ്പെട്ടു. പൂർണ്ണമായിട്ട് ഞാൻ രോഗിയായിട്ട് ഞാൻ മരിക്കുമെന്ന് എല്ലാവരും പറഞ്ഞു. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ഞാൻ വന്നു. അപ്പൊ എന്റെ 3rd ഇയറിലെ എക്സാം നടക്കേണ്ട സമയമാണ്. അപ്പൊ എന്റെ അമ്മയോടൊക്കെ ഹോസ്റ്റലിൽ നിന്നൊക്കെ വിളിച്ചു പറഞ്ഞു, വന്ന് കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയോടൊക്കെ മരിച്ചു പോകും, അവളുടെ അടുത്ത് ഇനി പോകരുത്, കാരണം അത് പകരുന്ന രോഗമാണ് എന്നൊക്കെ ആൾക്കാർ പറഞ്ഞപ്പോ അമ്മ കരഞ്ഞ് എന്റെ ഉപ്പാപ്പനെയും കൂട്ടി അമ്മ അവിടെ വന്നു. അമ്മ കണ്ടപ്പോൾ ഞാൻ ഫുൾ കട്ടിലേക്ക് കിടക്കുക, എനിക്ക് എഴുന്നേക്കാൻ, ഞാൻ മൊത്തം മഞ്ഞിച്ച് കിടക്കുക, ആകെ എന്റെ ശരീരം വയ്യ, എനിക്കൊന്നും കഴിക്കാനൊന്നും വയ്യ. അപ്പോൾ അമ്മ പറഞ്ഞു, മോളെ നമുക്ക് തിരിച്ചു പോയി, നീ നഴ്സിംഗ് പഠിക്കുക. ഞാൻ പറഞ്ഞില്ല, പറ്റില്ല, ഞാൻ നഴ്സിംഗ് പഠിച്ചേ പറ്റുള്ളൂ പറഞ്ഞു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എല്ലായിടത്തും കൊണ്ട് എൻ്റെ അമ്മ എനിക്ക് വേണ്ടി ഒത്തിരി അന്ന് കെയർ ചെയ്ത് സഹായിച്ചു. പക്ഷെ ദൈവം എന്നെ സൗഖ്യമാക്കി എന്ന് വേണം പറയുവാന്. എല്ലാരും പറഞ്ഞു, ഇനി എനിക്കൊന്നും അങ്ങനെ എന്നാ പറയാ, ഈ രോഗം നിന്റെ കൂടെ തന്നെ ഉണ്ട്, ബ്ലഡിലുണ്ട് എന്ന് എന്നോട് പറഞ്ഞു. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു, എന്റെ ദൈവം എന്നെ സൗഖ്യമാക്കി എന്ന് പറഞ്ഞാൽ സൗഖ്യമാക്കി എന്ന് തന്നെയാണ്. അപ്പോൾ അപ്പം ജോണ്ടിസ് ഞാൻ മാറി, ഞാൻ സൗഖ്യമായി. പിന്നെയും ഞാൻ നഴ്സിംഗ് പഠിച്ചു തീർന്നിട്ടും ഒരിക്കലും ഞാൻ ഈ പെന്തക്കോസ് എന്നുള്ളൊരു സമുദായത്തിലേക്ക് കാല് വെക്കുവാൻ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. എനിക്ക് അതിനോട് താല്പര്യമില്ലായിരുന്നു അങ്ങനെ പോവാന്. പക്ഷേ ഇപ്പോൾ ഞാൻ പറയാനുള്ളത്, കാരണം എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്, എന്റെ ദൈവം ഒരാളെ തിരഞ്ഞെടുത്താൽ ഒരിക്കലും ദൈവം അവനെ വിടാത്ത. എന്നെ ഒരു കൊളുത്തിട്ടാണ് ദൈവം പിടിച്ചത്. കാരണം ഞാൻ ഒരിക്കലും മാറിപ്പോകും. ദൈവത്തിനറിയാം ഇവൾ എനിക്ക് വേണ്ടി ഉള്ളവളാണ് എന്ന് ദൈവം തീരുമാനിച്ചുറപ്പിച്ചതുപോലെ ആയിരുന്നു എന്റെ എല്ലാ കാര്യങ്ങളിലും. എനിക്ക് ഓരോ കാര്യങ്ങളിലും എന്റെ ജീവിതത്തിൽ എന്നെ കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. എവിടെയും ഞാൻ ആഗ്രഹിച്ച ഒന്നും എനിക്ക് കിട്ടിയില്ല. ഞാൻ BS നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു ഇനി IELTS ഒക്കെ പാസ് ചെയ്ത് അല്ലെങ്കിൽ ഇത് പാസ് ചെയ്തിട്ട് എനിക്ക് പുറത്തു പോകണമെന്ന് വെച്ചു. പക്ഷെ പുറത്തു പോകാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ജോലി ചെയ്തു. അങ്ങനെയാണ് അത് കഴിഞ്ഞപ്പോൾ എൻ്റെ വിവാഹം നടന്നു. 2006 എൻ്റെ MSc എടുത്തു. ഞാൻ MSc എടുത്തിട്ട് എൻ്റെ വിവാഹം നടന്നു. വിവാഹം കഴിഞ്ഞിട്ട് ഞാൻ നോർത്ത് ഇന്ത്യയുടെ പ്രദേശത്തേക്ക്, സൗത്തിൽ ജോലി ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. പക്ഷെ സൗത്തിൽ ജോലി ചെയ്യാൻ പറ്റിയില്ല. അവിടെ ഞാൻ നോർത്ത് ഇന്ത്യൻ. അപ്പൊ വിവാഹ സമയത്തും ഞാൻ ഒരു കണ്ടീഷൻ എൻ്റെ അമ്മയോട് പറഞ്ഞു. അന്ന് ഞാൻ പറഞ്ഞു, എനിക്ക് കത്തോലിക്കയെ വിട്ട് കല്യാണം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞു, നീ ഒന്നുകൂടെ ആലോചിക്കും. പക്ഷെ കത്തോലിക്കയിൽ എനിക്ക് ആലോചന വന്നിട്ടും എന്റെ മനസ്സങ്ങോട്ട്, ഞാനിതൊക്കെ പറയുന്നുണ്ടെങ്കിൽ എനിക്ക് മാനസികമായിട്ട് എനിക്ക് അങ്ങോട്ട് യോജിച്ചു പോകാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, വേണ്ട, ഞാനിത് പാവമാ ചെയ്യണേ, ഇനി ഇത് ചെയ്താല് ദൈവം എന്നെ ശിക്ഷിച്ചാലോ എന്നുള്ളൊരു ചിന്തയും കൊണ്ട് ഞാൻ മറുപടി വേണ്ട, ഇനി പെന്തക്കോസ് മതിയെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ പെന്തക്കോസില് കല്യാണം. അപ്പൊ അന്ന് ഞാനൊരു കണ്ടീഷൻ വെച്ചു, അമ്മേ, ഞാൻ ഈ പെന്തക്കോസിൽ കല്യാണം കഴിക്കുമ്പോൾ ഫുൾ IPCയുടെ രീതിയിലാണോ ജീവിക്കേണ്ടേ, അല്ലെങ്കിൽ ഷാരോന്റെ ജീവിതമാണ്? മമ്മി പറഞ്ഞ അങ്ങനെയൊന്നുമില്ല, ദൈവത്തെ ആത്മാവിൽ സത്യത്തിൽ ആരാധിക്കുക, അതാണ് പെന്തക്കോസ് എന്ന് പറഞ്ഞാൽ, അല്ലാതെ നീ പറയുന്ന രീതിയൊന്നും അല്ല. അപ്പൊ എന്റെ ഒരു കണക്കൂട്ടലുകളല്ല പെന്തക്കോസ് എന്നുള്ള അമ്മ എന്നെ പറഞ്ഞ് മനസ്സിലാക്കി. അതുപോലെ പാസ്റ്റർ എന്നെ ഒന്ന് മനസ്സിലാക്കി, റിനി പറയുന്നവരൊന്നും അല്ല
നമ്മൾ വചനം അനുസരിച്ച് ജീവിക്കുക, ആത്മാവിൽ സ്നാനമേറ്റ് ദൈവത്തോട് കൂട്ടിച്ചേർപ്പെട്ട റെനി ഇങ്ങനെ പറയരുത് എന്ന് പറയും. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, പക്ഷെ ഞാൻ അന്ന് എനിക്ക് ഞാൻ വിവാഹം കഴിഞ്ഞു. അങ്ങനെ നോർത്ത് ഇന്ത്യയിൽ വന്നു. നോർത്ത് ഇന്ത്യ വന്നിട്ടും ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കും, ഒരു ആത്മീയമായി തന്നെ ഞാൻ ജീവിച്ചു. ആത്മാവിൽ ആരാധിക്കും. എനിക്ക് ഭയങ്കര സന്തോഷം. ശരിക്കും ഞാൻ ആത്മാവിൽ ആരാധിച്ചു തുടങ്ങിയപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. എനിക്ക് അതൊക്കെ ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് എൻ്റെ ലൈഫ് ആ ഒരു ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലായി തീരുവാൻ ഞാൻ അങ്ങനെ ആയില്ല. ഞാൻ വിവാഹം കഴിഞ്ഞു 3 വർഷം എനിക്ക് തലമുറ ഉണ്ടായില്ല. അപ്പോൾ ഞാൻ ദൈവത്തോട് പിന്നെയും ഞാൻ പുറത്തു പോയിന്ന് കരുതി, ദൈവമേ, ഞാൻ എൻ്റെ പാവത്തെ ഏറ്റു പറയുന്നു. എനിക്ക് തലമുറ വേണം, എനിക്ക് കുഞ്ഞുങ്ങളെ തരണം. കാരണം എനിക്കിപ്പോൾ ഇത്രയും വയസ്സുണ്ട്, എനിക്ക് കുഞ്ഞുങ്ങളെ വേണമെന്ന് പറഞ്ഞ് കരഞ്ഞു. പക്ഷെ എൻ്റെ കണ്ണുനീർ എൻ്റെ ദൈവം കണ്ടു. എനിക്ക് 3 വർഷം കഴിഞ്ഞപ്പം എനിക്ക് ഒരു കുഞ്ഞിനെ ദൈവം ദാനമായി തന്നു. അപ്പോഴും ഞാൻ ഈ കരഞ്ഞ ദൈവസന്നിധി പ്രാർത്ഥിച്ചെങ്കിലും എനിക്കറിയാം, ഞാൻ ദൈവം ആഗ്രഹിക്കുന്ന ഒരു റെനിയായി ഞാൻ മാറിയില്ല, അല്ലെങ്കിൽ ഒരു വ്യക്തിയായി ഞാൻ മാറിയില്ല. ദൈവത്തിന് തന്നെയാ. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഓരോ ഘട്ടങ്ങളിലും ദൈവം എന്നെ അറിയിച്ചുകൊണ്ടിരുന്നു, നീ എനിക്കുള്ളവളാണ്, നീ എനിക്കുള്ളവളാണ്, നീ മാറിപ്പോവാൻ ഞാൻ അനുവദിക്കത്തില്ല. അതുകൊണ്ട് ആ 3 വർഷം കഴിഞ്ഞ് കുഞ്ഞിനെ തന്നു കഴിഞ്ഞിട്ടും 3 മാസം കഴിഞ്ഞ് വീട്ടിൽ പിന്നെയും പഞ്ചാബിന്റെ പ്രദേശത്തേക്ക് കുഞ്ഞിനെയും കൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ആ കുഞ്ഞിന് ബ്രോങ്കൈറ്റിസ് വന്നിട്ട് അവൻ ശ്വാസം ഇല്ലാതെ ഇവിടെ കിടന്നു. പെട്ടെന്ന് ഞാൻ എടുത്ത് ഡോക്ടറിനെ കൊണ്ട്, ഡോക്ടർ പറഞ്ഞു ഇവൻ മരിച്ചു പോകും, നിനക്ക് ഇവനെ കിട്ടത്തില്ലെന്ന് പറഞ്ഞു. അന്നേരവും ഞാൻ മേളോട്ട് നോക്കി, എൻ്റെ അപ്പ വേണ്ട, നീ എനിക്ക് തന്ന തലമുറയെ, ഞാൻ 3 വർഷം നിന്റെ സന്ധ്യ കരഞ്ഞപ്പോൾ നീ എനിക്ക് തന്ന തലമുറയെ ഒരിക്കലും ഇതിനെ തിരിച്ചെടുക്കാനല്ല. എൻ്റെ കുറവുകൾ ഞാൻ ഏറ്റുപറയും. ഇനി ഒരിക്കൽ പോലും ഞാൻ തിരിഞ്ഞു നോക്കത്തില്ല. ഇവിടുന്ന് ഞാൻ മുന്നോട്ട് നിന്റെ സന്ധ്യയിൽ ഞാൻ ജീവിച്ചോളാം ഞാൻ തീരുമാനമെടുത്തു. എൻ്റെ കുഞ്ഞിനെ എൻ്റെ ദൈവം എനിക്ക് തിരികെ തന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെയും അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിന്റെ വഴിയിൽ തന്നെ ഞാൻ ജീവിച്ചു. കാരണം എനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും. കാരണം വിളിച്ച ദൈവത്തെ ഞാൻ പലപ്പോഴും പിന്മാറിപ്പോയെങ്കിലും ഞാൻ തിരിഞ്ഞു നോക്കി, എൻ്റെ കർത്താവ് എന്നെ വിടുവാൻ തയ്യാറല്ലായിരുന്നു. ആ കർത്താവ് എനിക്ക് വേണ്ടി നോക്കുകയും തക്ക സമയത്ത് എൻ്റെ അപ്പന്റെ ഹിതപ്രകാരം ദൈവം നൽകിക്കൊണ്ടിരുന്നു. ഞാൻ ചോദിച്ചതിലും നനച്ചതിലും അത്യന്തപരമായി ദൈവം എന്നെയും എൻ്റെ കുടുംബത്തെയും നടത്തി. അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ കുഞ്ഞ് പിന്നെയും എൻ്റെ കുഞ്ഞിന് 1.5 വയസ്സായപ്പോൾ എനിക്ക് വല്ലാത്തൊരു ദുഃഖം വരുന്ന എൻ്റെ ഡാഡി രോഗിയായി മാറി. പെട്ടെന്ന് ഡാഡി പറഞ്ഞു അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ 3 പെൺകുഞ്ഞുങ്ങളായിരുന്നത് കൊണ്ട് ഡാഡിക്ക് ആൺകുഞ്ഞിനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പൊ ഡാഡി പറഞ്ഞു എനിക്ക് നിന്റെ മോനെ കാണണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഡാഡി പോരെ, പഞ്ചാബിലേക്ക് പോരാൻ പറഞ്ഞു. ഡാഡി പഞ്ചാബിൽ വന്നു. പെട്ടെന്ന് ഡാഡിക്ക് വയ്യാതായി, HP കുറഞ്ഞു, പ്ലേറ്റ്ലെറ്റ്സ് കുറഞ്ഞു, ഡാഡിക്ക് വയ്യാതെ. അപ്പൊ ഞാൻ പറഞ്ഞു ഡാഡി നമുക്ക് നാട്ടിലേക്ക് പോകാം. അപ്പൊ എനിക്ക് അന്ന് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് ഞാനും എൻ്റെ ഹസ്ബൻഡും എല്ലാം കൂടെ പോവാൻ, മമ്മി ഉണ്ടായിരുന്നു, ഡാഡി ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവരുടെ പോകാൻ ടിക്കറ്റ് ഇല്ലാതെ പറഞ്ഞു ട്രെയിനിൽ പോവാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറി രാജസ്ഥാനിലെ കോട്ടയം എന്ന സ്ഥലത്തെത്തിയപ്പോൾ എൻ്റെ ഡാഡി ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. ട്രെയിനിൽ വെച്ച് തന്നെ അത് വലിയൊരു ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു സംഭവമായിരുന്നു. ട്രെയിൻ അവിടെ നിർത്തി, രാജധാനിയിലായിരുന്നു. അപ്പം ട്രെയിൻ അവിടെ നിർത്തിയിട്ട് ട്രെയിൻ അധികൃതർ പറഞ്ഞു, അവിടുത്തെ എല്ലാവരും വന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഇവിടെ തന്നെ ഇറക്കണം എന്ന് പറഞ്ഞു. ദൈവം തന്റെ ദൂതനെ അയച്ചതുപോലെ അവിടെ ഒരു കൂട്ടം മലയാളികൾ വന്നു, നിങ്ങൾ ഇറക്കണ്ട, നിങ്ങൾ ഈ ട്രെയിനിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ ട്രെയിൻ അധികൃതരുടെ ചോദ്യം ഇതായിരുന്നു, നിങ്ങൾ ഈ ബോഡി എങ്ങനെ കൊണ്ടുപോകും? ഈ ട്രെയിനെ വെച്ച് ചീഞ്ഞു പോകും, കാരണം 2 ദിവസം നിങ്ങൾ യാത്ര ചെയ്യണം, ബോഡി കേടാം. ഞങ്ങൾ പറഞ്ഞു ഇല്ല, ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ ഞങ്ങൾ എന്തെങ്കിലും ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ അമ്മാച്ചനെയൊക്കെ വിളിച്ചു. ദൈവം വിശ്വസ്തൻ, എൻ്റെ അപ്പൻ വിശ്വസ്തനാണ്. അതുകൊണ്ട് തന്നെ വഴിയിൽ വെച്ച് തന്നെ ബോംബെയിൽ എത്തിയപ്പോൾ അവിടെ നിന്ന് എംഫാം ചെയ്യുവാന് ദൈവം സഹായിച്ചു. അങ്ങനെ കേരളത്തിലേക്ക് ഞങ്ങൾ കൊണ്ടുപോയി. പക്ഷെ ട്രെയിനിൽ വെച്ച് ആ മരണ സംഭവം എന്നെയും എൻ്റെ അമ്മയും എൻ്റെ കുടുംബത്തെയും വല്ലാതെ അതിന്റെ പിന്നെയും അത് മുമ്പോട്ടുള്ള കാര്യങ്ങളിലൊക്കെ വല്ലാതെ ഞങ്ങളുടെ കുടുംബത്തെ അത് അലട്ടി. എൻ്റെ അമ്മ പിന്നെ രോഗിയായി മാറി. ഡാഡി മരിച്ചു കഴിഞ്ഞപ്പോൾ മമ്മി ഒറ്റപ്പെട്ടു. കാരണം എൻ്റെ അനിയത്തിയുടെ കല്യാണം, രണ്ടാമത്തെ അനിയത്തിയുടെയും കല്യാണം കഴിഞ്ഞു. ഏറ്റവും ഇളയ ആള് ഗൾഫിലായിരുന്നു. അപ്പൊ അതുകൊണ്ട് അമ്മ ഒറ്റയ്ക്ക് വീട്ടിലായി. അപ്പൊ അമ്മയ്ക്ക് വല്ലാതെ അത് മാനസികമായി അമ്മ തളർന്നു. മുന്നോട്ട് പിന്നെയും ചെന്നു. എൻ്റെ മോൻ പിന്നെയും ചിക്കൻ പോക്സ്, എൻ്റെ മൂത്ത മോന് ചിക്കൻ പോക്സ് ഭാരപ്പെട്ടു. ദേഹം മൊത്തം, അവന് വണ്ണം ഉണ്ടായിരുന്നു. അപ്പോ ദേഹം മൊത്തം ഇങ്ങനെ
ചിക്കൻ പോക്സ് വന്നിട്ട് കുഴിഞ്ഞിട്ട് പഴുപ്പ് കയറിയിട്ട്. അപ്പോൾ ഞാൻ പുഷ്പഗിരി കൊണ്ടുപോയപ്പോൾ നാട്ടില് ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ എന്നെ അമ്മയാ, നിങ്ങൾ ഇത്രയും നാൾ വെച്ചോണ്ടിരുന്നു, എന്റെ കുഞ്ഞ് മരിച്ചു പോകും, ഞങ്ങൾക്ക് ഒരു ഗ്യാരണ്ടിയും പറയാൻ പറ്റില്ല. ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, എന്റെ കർത്താവ് എനിക്ക് തന്നുവെങ്കിൽ എന്റെ അപ്പ ഇവനെ ജീവനോട് തരുവാൻ, ആയുസോടെ എന്റെ കുഞ്ഞിനെ, എന്റെ ഉദരബലത്തെ കാത്തു സൂക്ഷിക്കുവാൻ എന്റെ അപ്പനെ കഴിയത്തുള്ളൂ. ഞാൻ പറഞ്ഞാല് ആരും ഞങ്ങൾക്ക് സഹായത്തിന് മതി. ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ മദർ ഇൻ ലോ, ഹസ്ബൻഡിന്റെ അമ്മയും മാത്രമേ, ഞങ്ങൾ 3 പേരും മാത്രമായിരുന്നു കുഞ്ഞിൻ്റെ കൂടെ. കാരണം ചിക്കൻ പോക്സ് ആണ്, പകരും എന്ന് പറഞ്ഞ് ആരും ഞങ്ങളോട് അടുത്ത് വരുവാൻ ഇതായില്ല. ഞാൻ കരഞ്ഞു, പ്രാർത്ഥിച്ചു. എൻ്റെ ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു. ഞങ്ങൾക്ക് കുഞ്ഞിനെ ഞങ്ങൾക്ക് 15 ദിവസം കഴിഞ്ഞപ്പോൾ ഡിസ്ചാർജ് ചെയ്ത് ദൈവം തന്നു. അവൻ അന്ന് ശരിക്കും ഞാൻ വിചാരിച്ചു എനിക്ക് എൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെടുന്നു. ആ രീതിയിൽ അവൻ തളർന്ന് കട്ടിലേൽ ഒരേ കിടപ്പായിരുന്നു. നമ്മൾ ചരിച്ചു കിടത്തിയാൽ അവൻ കിടക്കും, തിരിച്ചു കിടത്തിയാൽ തിരിക്കും, അങ്ങനെ ഒരു ഇതിലായിരുന്നു. ആ സമയത്താണ് പിന്നെയും ഞാൻ വന്നു. അങ്ങനെ ഞാൻ പിന്നെ രണ്ടാമതും എനിക്ക് ഒരു ആൺകുഞ്ഞിനെ ദൈവം ദാനമായി തന്നു. ഞാൻ ദൈവത്തിന് എല്ലാ മഹത്വം കൊടുക്കുന്നു. ദൈവം എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും എത്ര പകരം കൊടുത്താലും മതിയാകത്തില്ല. കാരണം ഞാൻ ഒരിക്കൽ പോലും അങ്ങനെ ഒരു ലൈഫ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കും, ഇത്രയും കഷ്ടപ്പാടൊക്കെ ദൈവത്തെ അറിഞ്ഞ് എല്ലാം നല്ല രീതിയിൽ പോകുമെന്നൊന്നും ഞാൻ ഒരിക്കലും ഇന്നും ഞാൻ ആഗ്രഹിക്കും. കാരണം ഞാൻ വന്ന വഴികൾ അങ്ങനെയാണ്. കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിലും, പക്ഷെ അവിടെയൊക്കെ ദൈവിക സമാധാനം അനുഭവിക്കുവാൻ, ദൈവത്തെ രുചിച്ചറിയുവാൻ ദൈവം സഹായിച്ചു. കഷ്ടതകളുണ്ട്, പ്രയാസങ്ങൾ ജീവിതത്തിൽ വന്നു, ഇല്ലെന്നൊന്നും അല്ല. പക്ഷെ അവിടെയൊക്കെയും ദൈവം വിശ്വസ്തനെന്ന്, ഞാൻ കൂടെയുണ്ട്, ഭയപ്പെടേണ്ട എന്നുള്ള ആ ഒരു ദൈവത്തിന്റെ വചനം നമ്മളിൽ അത് യാഥാർത്ഥ്യമാകുവാൻ ദൈവം ഓരോ ദിവസവും സഹായിച്ചു. അങ്ങനെ മുമ്പോട്ട് പോയി. പിന്നെ എൻ്റെ അമ്മ രോഗിയായി മാറി. അമ്മയെ ഞങ്ങൾ നാട്ടിൽ വെച്ച് ഞങ്ങൾ 3 പേരും നോക്കി. 3 പേരും വിവാഹിതരായിരുന്നു അന്നേരം. പക്ഷേ സാഹചര്യങ്ങൾ ഞങ്ങൾക്ക് അനുകൂലമാണ്. കാരണം ആൾക്കാരെ വെച്ച് നോക്കിപ്പിക്കണമായിരുന്നു. അപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ട് വന്നു, സാമ്പത്തികമായിട്ടൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ട്. അമ്മയെ ഞാൻ പഞ്ചാബിൽ കൊണ്ടുവന്നു. അമ്മയ്ക്ക് ആൽഷിമേഴ്സ് ആയിരുന്നു. അമ്മ ഇവിടെ വന്നു. അമ്മയും പഞ്ചാബി വെച്ച് തന്നെ, എൻ്റെ അടുത്ത് വെച്ച് തന്നെ അമ്മയും ഈ ലോകത്തോട് മാറ്റപ്പെട്ടു. അതും എൻ്റെ ജീവിതത്തിൽ വലിയൊരു തീരാ ദുഃഖമായി. എനിക്ക് ഇപ്പോഴും എൻ്റെ മാതാവും പിതാവും ഞാൻ ഒത്തിരി സ്നേഹിച്ചിരുന്നു, എൻ്റെ മാതാവിനെയും പിതാവിനെയും. അപ്പോൾ ആ സ്നേഹിച്ചിരുന്ന 2 വ്യക്തികൾ എൻ്റെ ജീവിതത്തിൽ മാറ്റപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ദൈവത്തെക്കാൾ ഉപരി ദൈവം ആരെയും സ്നേഹിക്കുവാൻ ദൈവം എന്നെ അനുവദിക്കത്തില്ലെന്ന്. അപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ പോലും മനസ്സിൽ ഉറച്ചു. കാരണം ഓരോ മാതാപിതാക്കന്മാർ ഏറ്റവും കൂടുതൽ തന്റെ തലമുറകളെയാണ് സ്നേഹിക്കുന്നത്. അപ്പൊ ഞാൻ ഒരു കാര്യം മനസ്സിൽ ഉറച്ചു, ദൈവത്തെക്കാൾ ഉപരി ഞാൻ ഇനി ഒന്നിനെയും ഞാൻ സ്നേഹിക്കത്തില്ല. കാരണം അപ്പൻ അതിനെ അനുവദിക്കത്തില്ല. അപ്പനേക്കാൾ ഉപരിയായി, ദൈവത്തെക്കാൾ ഉപരി ഞാൻ അന്തേയും സ്നേഹിക്കാൻ പോയിട്ടുണ്ട്. അതൊക്കെയും എൻ്റെ ജീവിതത്തിൽ എനിക്കത് മാറ്റിയിട്ട് ദൈവം എന്നെ ഉറപ്പിച്ചു, ഞാനാണ് നിനക്ക് വലിയവൻ, ഐ ആം ദ പേഴ്സൺ, എനിക്കാണ് നീ മുൻതൂക്കം തരേണ്ടതെന്ന്. അപ്പോൾ അങ്ങനെ എൻ്റെ അമ്മയും മാറ്റപ്പെട്ടു. അത് കഴിഞ്ഞിട്ടാണ് ഈ കോവിഡിന്റെ സമയം വന്ന് എൻ്റെ ജോലി കാര്യങ്ങൾ പറഞ്ഞാൽ, ജോലി കാര്യങ്ങളിൽ ഒത്തിരി നോർത്ത് ഇന്ത്യയിൽ വന്ന് എല്ലാം സുഖമല്ല. കാരണം ഇവിടെ ഹിന്ദുക്കളാണ് ജോലി, നമ്മൾ ക്രിസ്ത്യാനി ഒറ്റ ഒരാളാണ്, എല്ലാവരും ഹിന്ദുക്കള്. പഞ്ചാബിൽ എന്ന് പറഞ്ഞാല് ഈ സർദാർമാര്, അങ്ങനെയുള്ള എല്ലാവരുടെയും നടുവിലാണ് നമ്മൾ ജോലി ചെയ്യുന്നത്. അവിടെ നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമുക്ക് സുവിശേഷം പറയുക എന്നുള്ളത്, നമ്മൾ ദൈവം ആരാന്ന് അവരോട് പറഞ്ഞാൽ, യേശു ആരാന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകത്തില്ല. പക്ഷെ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, നമ്മുടെ ജീവിതം, നമ്മൾ കർത്താവിന്റെ സാക്ഷിയായി ജീവിക്കണമെങ്കിൽ ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മളിൽ ഉണ്ട് എന്നുള്ളത് മറ്റുള്ളവർ കണ്ടാൽ, നീ എന്താണ് എന്ന് നമ്മളോട് അവർ ചോദിക്കും. എന്നോട് പലരും ചോദിച്ചു, നീ ക്രിസ്ത്യാനിയാണോ? ഞാൻ ആണ്. അത് എങ്ങനെ മനസ്സിലായി? അവർ പേരിൽ നിന്നല്ല, നമ്മുടെ നാട്ടിലാണെങ്കിൽ പേരിൽ നിന്നാണ് മനസ്സിലാവുക. പക്ഷെ ഇവിടെ പേരിൽ നിന്നല്ല, നമ്മുടെ സ്വഭാവം, നമ്മൾ അവരോട് ക്ഷമിക്കുന്നത്, അവരോട് സംസാരിക്കുന്നത്. ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ വെട്ടൊന്നും മുറി രണ്ടെന്നുള്ള വർത്താനം ഇവർ. പക്ഷെ നമ്മളപ്പോൾ അവരോട് ക്ഷമിക്കുകയും നമ്മൾ അവരോട് സ്നേഹത്തോട് സംസാരിക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാവും, ഇവളിൽ എന്തോ ഒരു പ്രത്യേകതയുണ്ടെന്ന് മനസ്സിലാവുമെന്ന്. അങ്ങനെ അവര് നമ്മളോട് ചോദിക്കും, എന്നാ പറയാ, ജീസസ് ആരാണ്, നിങ്ങൾ എന്താ വായിക്കുന്നത്, ആ ബൈബിളിന്റെ ഒരെണ്ണം എനിക്ക് തരാമോ? അങ്ങനെ ചോദിച്ച ഒത്തിരി പേരുണ്ട് എന്നോട്. എനിക്കത് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഞാൻ അവരോട് വാഗൊണ്ട് സുവിശേഷം പറഞ്ഞില്ല, പക്ഷെ നമ്മളുടെ ആ പെരുമാറ്റത്തില് നമ്മൾ കാരണം ഞാൻ ഇത് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഈ സ്റ്റുഡൻസിനോടാണെങ്കിലും ടീച്ചേഴ്സിനോടാണെങ്കിലും ഞാൻ ഈ ദൈവം പറഞ്ഞ ഓരോ കോട്ട്സ് ഞാൻ കേറ്റും, ദൈവവചനം ഞാൻ കേറ്റും.
ഏന്നാ ഞാൻ അങ്ങനെ പറയുമ്പോൾ ഇവർക്ക് ഇത് നല്ല കാര്യമാണല്ലോ. ഒരു ഉദാഹരണം പറഞ്ഞ് ഞാൻ ഒരു കാര്യം പറഞ്ഞ് ഞാൻ ഒരു പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞു, എന്തോ ഇങ്ങനെ അവരിങ്ങനെ ആരെ കുറിച്ച് കുറ്റം പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു, നമ്മളെ ഇത് ഞാനെല്ലാം കേട്ടിട്ട് ഞാൻ പറഞ്ഞു, നമ്മള് കഴിക്കുന്നതല്ല, നിങ്ങൾ നോൺ വെജ് കഴിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, നമ്മൾ കഴിക്കുന്നതല്ല, വായിൽ നിന്ന് വരുന്നതാണ് ഒരു മനുഷ്യനെ അശുദ്ധമാക്കുന്നത് എന്ന് പറഞ്ഞു. മാഡം ഇത് എവിടുന്നാ ഇത് പഠിച്ചതെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇത് ഞാൻ പഠിച്ചതല്ല, ഞങ്ങളുടെ ബൈബിളിലുള്ളതാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ എൻ്റെ ദൈവത്തെ ഞാൻ അവരുടെ മുമ്പിൽ എടുത്തു കാട്ടാം. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കൂടെ അവരുടെ മുമ്പിൽ ദൈവം എന്നെ ഉപയോഗിക്കുന്നു. കോളേജുകളിൽ എവിടെയാണെങ്കിലും, ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും എല്ലാം മൊത്തം നമ്മുടെ ആരുമില്ല അവിടെ, ഞാൻ ഒറ്റയാണ്. അപ്പൊ അവർക്ക് ക്രിസ്ത്യൻസ് എന്താണ്, അപ്പൊ അവര് പറയുന്നത് അവരുടെ കൂട്ട് തന്നെയാണ് നമ്മൾ എന്നാണ് അവർ കരുതുന്നത്. പക്ഷെ നമ്മൾ സംസാരിക്കുന്ന നമ്മുടെ പെരുമാറ്റം, അവർ പറയും എങ്ങനെയാണ് ക്ഷമിക്കാൻ പറ്റണമെന്ന് അവരോട് ചോദിക്കും. അപ്പൊ ഞാൻ പറയും, അതെന്റെ കർത്താവ് നമ്മളെ കാണിച്ചതാണ്. ഞാൻ ക്ഷമിച്ചില്ലെങ്കിൽ എൻ്റെ അപ്പൻ എന്നോട് ക്ഷമിക്കത്തില്ല എന്ന് ഞാൻ അവരോട് പറഞ്ഞു. അപ്പം പറയുമ്പോൾ അവർക്ക് മനസ്സിലാവും, ഇവര് വിളിക്കുന്ന ഒരു ദൈവം അവര് ഭയങ്കര സ്ട്രോങ് ആണ് അതില്. അപ്പൊ അതിനെക്കുറിച്ച് അറിയുവാൻ അവർക്ക് ഇൻട്രസ്റ്റ് കാണിക്കുന്നു എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാന് എന്നാ പറയാ, എൻ്റെ ദൈവത്തെ ഞാന് മറ്റുള്ളവർ മുമ്പിൽ കാണിക്കണം. കാരണം നമ്മൾ യേശു എന്ന് പറഞ്ഞ് അവരോട് ചെന്ന് കഴിഞ്ഞാൽ അവര് നമ്മൾക്ക് എതിരെ തിരിയും. കാരണം അവരൊക്കെ സ്ട്രോങ് ആയിട്ട് അവരുടെ ആ ആചാരങ്ങളിൽ നിൽക്കുന്നവരാണ്. പക്ഷെ ഞാൻ അങ്ങനെ ബൈബിൾ കുറെ പേര് ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട്, ബൈബിൾ തരാമോ എന്ന് ചോദിച്ചിട്ട് ബൈബിൾ കൊടുത്തവരുണ്ട്. ബൈബിൾ എടുത്ത് എൻ്റെ ഇരിക്കുന്ന ഹിന്ദി ബൈബിൾ വരെ ഞാൻ എടുത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം എനിക്ക് ബൈബിൾ പിന്നെയും കിട്ടും. പക്ഷെ അവർ ചോദിച്ച സമയത്ത് തന്നെ അവർക്ക് ആ ദാഹിക്കുന്ന വെള്ളം കൊടുത്തില്ലെങ്കിൽ പിന്നെ അവർ നഷ്ടമായി പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്ത് അങ്ങനെ കൊടുക്കുവാനൊക്കെ ദൈവം എന്നെ സഹായിച്ചിട്ടുണ്ട്. അനേകരുടെ മുമ്പിൽ ദൈവത്തിന്റെ സൗരഭ്യവാസനയായി നിൽക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. പിന്നെ അതുപോലെ എനിക്ക് ഒത്തിരി ശമ്പളത്തിൻ്റെതായാലും ജോലിയിൽ പ്രയാസങ്ങളൊക്കെ നേരിട്ടിട്ടുണ്ട്. അവിടെയൊക്കെയും ദൈവം പിടിച്ചു നിൽക്കുവാനൊക്കെ ദൈവം സഹായിച്ചു. അതൊക്കെയും ദൈവത്തിന്റെ കൃപയുടെ എതിർപ്പുകൾ എല്ലായിടത്തും ഉണ്ട്. എല്ലായിടത്തും നമുക്ക് എതിർപ്പുകൾ ജോലി സ്ഥലങ്ങളിലുണ്ട്. ദൈവമക്കളെങ്കിൽ കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ അതിന് നടുവിൽ പിടിച്ചു നിൽക്കുവാൻ ദൈവം എന്നെ എല്ലാ ജോലി സ്ഥലങ്ങളിലും ദൈവം എന്നെ സഹായിച്ചു. ഇപ്പൊ ഞാൻ പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ ആയിരിക്കുന്ന ഒരു വ്യക്തി ശരിക്കും ദൈവത്തിൽ ബലപ്പെട്ട് നിൽക്കുവാൻ എനിക്ക് കാരണമായി തീർന്നത് 2021 എനിക്കൊരു മാറ്റം. അതായത് ഒരു പ്രെയർ ലൈനിൽ ഞാൻ ജോയിൻ ചെയ്തു. ആ പ്രെയർ ലൈനിൽ എനിക്ക് വളരെ, കാരണം നമ്മള് തിയറിയാണ് നമ്മൾ പലപ്പോഴും ബൈബിളിൽ കൂടെ പക്ഷെ പ്രാക്ടിക്കലായിട്ട് ഇപ്പൊ ഞാൻ പ്രാർത്ഥിക്കും, ഞാൻ പേഴ്സണലായിട്ട് പ്രാർത്ഥിക്കും. പക്ഷെ പേഴ്സണലായിട്ട് പ്രാർത്ഥിക്കുന്നതല്ല ഇപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി പരസ്യമായി അതിന്റെ ഒരു പ്രാർത്ഥനാ രീതിയും പരസ്യ പ്രാർത്ഥനയും രഹസ്യ പ്രാർത്ഥനയും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ടല്ലോ. അപ്പൊ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന അപ്പനുമായിട്ട് ഒരു സംസാര രീതിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ദൈവത്തോട് സംസാരിക്കും, പരിശുദ്ധാത്മാവിനോട് സംസാരിക്കും. പക്ഷെ ആ ഒരു പ്രെയർ ഗ്രൂപ്പിലേക്ക്, ആ കുടുംബത്തിലേക്ക്, ഗ്രൂപ്പ് എന്ന് ഞാൻ പറയുന്നത് തെറ്റാണ്, ആ കുടുംബത്തിലേക്ക് ചെന്നപ്പോ തൊട്ട് ഞാൻ ആത്മീയമായി വളരെ മാറാൻ തുടങ്ങി. ഞാൻ ഇന്നായിരിക്കുന്ന ഒരു റെനി ആയി മാറാൻ ആ കുടുംബം എന്നെ ഒത്തിരി സഹായിച്ചു. അതിനകത്തെ പ്രാർത്ഥനകൾ, അതിനകത്തെ വചനം, അതിനകത്തുനിന്ന് പ്രിയപ്പെട്ടവർ പറയുന്ന വചനങ്ങള് അത് നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴമേറി പതിയുവാന് ദൈവം സഹായിച്ചു. അതൊക്കെ സംഭവിച്ചത് ഈ കോവിഡിന്റെ ടൈമിലാണ്. ഞാൻ ഒരിക്കൽ പോലും ജോലിയോടനുബന്ധിച്ച് ഓൺലൈൻ മീറ്റിംഗിലൊന്നും കയറാൻ ആഗ്രഹിക്കാത്ത വ്യക്തിയാണ്. പക്ഷെ അന്ന് എൻ്റെ ദൈവം ആ ഒരു അവസരവും ദൈവം, കാരണം ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു, റെനി, നീ പോകുന്ന വഴി അല്ല ദൈവത്തിന്റെ വഴി. നീ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല ദൈവം നിന്നെക്കുറിച്ച് ആഗ്രഹിച്ച് വിളിച്ച് വേർതിരിച്ച് കൊണ്ടുവന്നതെന്ന് ദൈവം എന്നെ മനസ്സിലാക്കി തന്നു. കാരണം ഞാൻ ഇങ്ങനെ പമ്മിയിരുന്ന് പ്രാർത്ഥിച്ച് ആ ബൈബിൾ വായിച്ചു, കുഞ്ഞുങ്ങളെ ദൈവസന്നിധി വളർത്തിയെടുത്തു. അങ്ങനെ ഒരു കുടുംബജീവൻ നയിക്കാൻ ആഗ്രഹിച്ച എന്നോട് ദൈവം പറഞ്ഞു, നീ ജോലിയോടൊത്ത് സുവിശേഷം ചെയ്യുവാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് ഞാൻ ഇങ്ങനെ ഒരു വഴി ഞാൻ തരാം. അനേകർക്ക് വേണ്ടി നീ മുട്ടുമടക്ക്, അനേകർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്ക്. അങ്ങനെ ആ ഒരു കുടുംബത്തിൽ കയറിയപ്പോൾ
അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അനേകർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ, കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി. കാരണം നമ്മൾ ആ രീതിയിൽ കടന്നു പോയത് കൊണ്ട് നമുക്ക് മറ്റുള്ളവരുടെ വേദന തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാകും. നമ്മൾ കടന്നുപോയ വഴിയിൽ കൂടെ മറ്റൊരു കടന്നു പോകുമ്പോൾ നമുക്ക് അവരുടെ വേദനകൾക്ക് വേണ്ടി നമുക്ക് ഇടിവിൽ നിൽക്കുവാൻ നമുക്ക് പറ്റുമെന്ന് എൻ്റെ ദൈവം എനിക്ക് മനസ്സിലാക്കി തന്നു. അങ്ങനെ അതിൽ ഞാൻ ഒത്തിരി ബലപ്പെട്ടു. ഈവൻ വചനം പറയാൻ പോലും ഞാൻ പഠിച്ചത്, പ്രസംഗിക്കാൻ പഠിച്ചത് ഒക്കെ ആ ഒരു കൂട്ടായ്മയിൽ വന്നിട്ടാണ്. ഞാൻ എല്ലാ മഹത്വവും ദൈവത്തിന് കൊടുക്കുന്നു. കാരണം ദൈവം തിരഞ്ഞെടുത്തവരെ ആർക്കും പുറകോട്ട് മാറ്റുവാൻ പറ്റത്തില്ല. കരഞ്ഞു പ്രാർത്ഥിച്ച ഒരു മാതാവിന്റെ കണ്ണുനീര് എനിക്ക് കോട്ടയായി മാറി, എൻ്റെ കുടുംബത്തിന് കോട്ടയായി മാറി. കാരണം ഞങ്ങൾ ദൈവസ്ഥാനം ഇന്നും നിൽക്കുന്നുണ്ടെങ്കിൽ, ഇന്നും ദൈവത്തെ അറിഞ്ഞു ജീവിക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ മാതാവിന്റെ കണ്ണുനീരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ എൻ്റെ ചെറിയ സാക്ഷ്യത്തിൽ നിന്ന് ഞാൻ നിർത്തുന്നു. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, നല്ല ദൈവമേ, ഈ സാക്ഷ്യം പറയുവാൻ ദൈവനെ ബലപ്പെടുത്തിയല്ലോ. എൻ്റെ സാക്ഷ്യം, എൻ്റെ ജീവിതം ഞാൻ എൻ്റെ കർത്താവിന് മുൻപിൽ എങ്ങനെ ഞാൻ ആയിരിക്കുന്നുവോ അത് ഞാൻ കർത്താവ് പറഞ്ഞപ്പോൾ അനേകർക്കത് കർത്താവ് പ്രയോജനമായി തീരുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച. എനിക്ക് ഈ അവസരം ഒരുക്കി തന്ന കർത്തൃദാസനോടും ആമേൻ, കർത്താവെ അരോമ ടിവിയും ആമേൻ എല്ലാവരോടും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഇളയ സാക്ഷ്യം ഇരിക്കുന്നു. ആമേൻ. സ്തോത്രം. താങ്ക് യു കർത്താവിന്റെ ദാസി പ്രിയ റിനി തോമസ്. അത്രത്തോളം സമയം ദൈവത്തിന്റെ അനുഗ്രഹിക്കപ്പെട്ടതായ ഇടപെടലുകളെ കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കരയേറ്റുകയും പ്രിയ കർത്താവിന്റെ ദാസിയോടതായ നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ഒരു കത്തോലിക്ക കുടുംബത്തില് ജനിച്ച വളർത്തപ്പെട്ടു. അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കന്മാർ, സഹോദരങ്ങളെയൊക്കെ ദൈവം തന്നു. അതിനേക്കാൾ ഉപരിയായി പിന്നത്തേതില് രക്ഷയുടെ സന്തോഷം അനുഭവിച്ചറിയുവാൻ, ഒരു ദൈവമകളായി തീരുവാൻ കർത്താവ് കൃപ ചെയ്തു. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളോട് ഒരുമിച്ചുള്ള നല്ല കൂട്ടായ്മകളൊക്കെ അനുഭവിക്കുവാൻ ദൈവം അവസരങ്ങളെ തന്നുകൊണ്ടിരിക്കുന്നു എന്ന് അറിയാൻ കഴിഞ്ഞു. പഞ്ചാബില് നല്ല ഒരു പൊസിഷനില് ഒരു നഴ്സിംഗ് കോളേജിന്റെ പ്രിൻസിപ്പളായിട്ട് ഉത്തരവാദിത്വത്തിലായിരിക്കുമ്പോൾ തന്നെ അറിഞ്ഞ സത്യം അനേക പ്രിയപ്പെട്ടവരോട്, സഹപ്രവർത്തകരോട്, വിദ്യാർത്ഥികളോട് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് കർത്താവിന്റെ സ്നേഹത്തെക്കുറിച്ചൊക്കെ പറയുവാൻ ലഭിക്കുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നു എന്ന് കേൾക്കാൻ കഴിഞ്ഞു. ദൈവം അനുഗ്രഹിക്കട്ടെ. സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ദീർഘായുസ്സോടെ കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിപ്പാൻ, നിലകൊള്ളുവാൻ ദൈവം ഏറെ അവസരങ്ങൾ ഒരുക്കട്ടെ എന്ന് ഇത്തരണത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അരോമ TV പ്രേക്ഷകർക്കും വാത്സല്യ കർത്താവിന്റെ ദാസിയുടെ സാക്ഷ്യം അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8 മണി മുതൽ നടക്കുന്ന ഓൺലൈൻ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് സംബന്ധിക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണുമ്പോഴേക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com